ഡിയേഴ്സ്, നമ്മളിന്ന് പറയുന്നത് അഡ്മിഷൻ ടു DPharm ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കായിട്ട് 2024 ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ +2 കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് LBSൻ്റെ വെബ്സൈറ്റ് വഴി, LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വെബ്സൈറ്റ് വഴി ഇത്രയും കോഴ്സുകളിലേക്ക് ഒറ്റ ആപ്ലിക്കേഷൻ, ഇപ്പോൾ നമ്മൾ കീമിൻ്റെ എൻട്രൻസ് കമ്മീഷണറാണല്ലോ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. സോ അതുപോലെ ഇതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത് LBS ആണ്. സോ നമ്മൾ കീമിൽ മെഡിക്കൽ, ആർക്കിടെക്ചർ ഒക്കെ ഇതിനും കൂടി ഒറ്റ ആപ്ലിക്കേഷനല്ലേ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു DPharmന് ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും ഒക്കെ നമുക്ക് ഒറ്റ ആപ്ലിക്കേഷൻ മതി. ഒന്നിലധികം ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ റിജക്റ്റ് ആയി പോകും കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന കോഴ്സ് ഡിപ്ലോമ കോഴ്സ് ഇൻ ഫാർമസി, DPharm ഹെൽത്ത് ഇൻസ്പെക്ടർ DHI ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് ആണ് ഇവിടെ വരുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. പ്രത്യേകം ഓർക്കുക, നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ചെന്നിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ആവും, ഒറ്റ ആപ്ലിക്കേഷൻ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറി ആണെങ്കിലും OBC അതുപോലെ തന്നെ സർവീസ് കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിലും അവരുടെ അപ്ലൈ ചെയ്യാനുള്ള ഫീസ് 600 രൂപയാണ്. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന് 300 രൂപ മതിയാവും ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ ആ ഒരു രീതി ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ, നമ്മൾ ഫോൺ ഇങ്ങനെ പിടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ ഓറഞ്ച് കളറിലൊരു ബോക്സ് ഇല്ലേ, അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കിടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ രജിസ്ട്രേഷൻ എന്ന് വരും. ഓക്കെ, ഈ രജിസ്ട്രേഷൻ ഒരിക്കലും തെറ്റിപ്പോകരുത്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ ഇതിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഇനി നിങ്ങൾക്ക് തിരുത്താൻ പറ്റൂല. പിന്നീടുള്ള കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒരു പക്ഷേ നമ്മൾക്ക് തിരുത്താൻ എപ്പോഴെങ്കിലും ഒരു ചാൻസ് തന്നേക്കാം. ഷുവർ ഇല്ല, നമുക്ക് നോക്കാം അങ്ങനെ ആ ഒരു കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. ആ കൗൺസിലിങ്ങിൻ്റെ രീതി ഞാനൊന്ന് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നമ്മളിപ്പോൾ ഈ രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുക്കുന്ന നമ്മുടെ പേര് അത് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ ആഫ്റ്റർ നെയിം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എഴുതുക. അതുപോലെ തന്നെ 10th സർട്ടിഫിക്കറ്റിലെ പോലെ എങ്ങനെയാണോ സ്പെല്ലിങ്, നെയിം, ഫുൾ നെയിം എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചേക്കണേ, അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഡിസ്ട്രിക്റ്റിനും സ്റ്റേറ്റിനും ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, അതിൽ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. പോസ്റ്റ് ഓഫീസ് കറക്റ്റായിട്ട് കൊടുക്കുക, പിൻകോഡ് കറക്റ്റായിട്ട് കൊടുക്കുക. മൊബൈൽ നമ്പർ, ഈ മൊബൈൽ നമ്പർ നിങ്ങളെ ഒരു കോൾ ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു SMS വന്നാലോ അറിയുന്ന മൊബൈൽ നമ്പർ ആവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മെയിൽ ID കാര്യം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രത്യേകം ഓർക്കുക, ഇനി തിരുത്താൻ പറ്റൂല. സോ കറക്റ്റായിട്ട് ഇയറും മാസവും അതുപോലെ തന്നെ ഡേറ്റും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവിടെ ജനറൽ ആണോ SC BC ആണോ എന്നൊരു ചോദ്യമുണ്ട്. ഇത് നിങ്ങളിങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ജനറൽ കൊടുത്താൽ നമുക്ക് 600 രൂപ ഫീസായിരിക്കും. ഇനി SC ആണെങ്കിൽ SC കൊടുക്കുക, ST ആണെങ്കിൽ ST കൊടുക്കുക. കാരണം അങ്ങനെ തന്നെ കൊടുക്കണം അത് കേട്ടോ. അത് ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ തിരുത്താൻ പറ്റില്ല. നിങ്ങൾ വെറുതെ കൊണ്ടുപോയി ഇവിടെ ജനറൽ SC BC എന്നാണ് ആദ്യം കിടക്കുന്നത് കണ്ടോ. ഇത് ക്ലിക്ക് ചെയ്ത് അങ്ങ് വിടും, എന്നിട്ട് സബ്മിറ്റും കൊടുത്ത് വിടും. അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. എപ്പോഴും നിങ്ങൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു ആരോ സൈഡിലുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിൽ കൊടുത്തേക്കണ ഏതാണോ അതിൽ നമ്മൾ ഏതാണോ അതാണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ SC ആണെങ്കിൽ അങ്ങനെ കൊടുത്താൽ, അല്ലെങ്കിൽ ST ആണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് എല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്ന സ്ഥലത്ത് SC ST അതിലേതെങ്കിലും കാറ്റഗറി ആണെങ്കിൽ 300 രൂപ വരും. ബാക്കി എല്ലാവർക്കും വരുന്നത് ജനറൽ കാറ്റഗറിയുടെ ഫീസാണ്. പിന്നെ ഇതുപോലെ തന്നെയാണ് താഴേക്കുള്ള ഇനി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാദമിക് ഡീറ്റെയിൽസ്, പിന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം കേട്ടോ. അത് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ തെറ്റിപ്പോകരുത്. ഇനി നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ ഒരു ടൈം തരാറുണ്ട്. എന്തിന്? കറക്ഷൻ വിൻഡോ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള പേജിലുള്ള ചില കാര്യങ്ങൾക്ക് കറക്ഷൻ വിൻഡോ തരാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ലോഗിൻ ചെയ്യുമ്പോൾ ന്യൂ രജിസ്ട്രേഷൻ്റെ താഴെ ലോഗിൻ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി
നമുക്ക് ഇതിൻ്റെ ഒരു ഷെഡ്യൂളുണ്ട്. നമുക്ക് അതൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് 15/10/2024 വരെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇനി നമ്മുടെ രജിസ്റ്റർ, അതായത് ആദ്യത്തെ ആ ഒരു ഫീസ് അടക്കാനുള്ള ഡേറ്റാണ് നമ്മളുടെ അടുത്ത് പറയുന്നത് 15/10/2024. അതിനുശേഷം തൊട്ട് താഴെയുള്ള പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡേറ്റ് രജിസ്റ്റർ ചെയ്യാനും ആ 15/10/2024 വരെ ഉള്ളൂ. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് 15/10/2024 വരെ ഉള്ളൂ. അതിനുശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കാനായിട്ട് 17/10/2024 വരെ ഉണ്ട്. നിങ്ങൾക്കിതെല്ലാം കൂടി ഒറ്റയടിക്ക് 15 മുമ്പ് ചെയ്യാം, ഏതെങ്കിലും ഒരു ദിവസം. ഇനി നമ്മളുടെ ഫീസ് അടച്ചു, പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡേറ്റ 15-ാം തീയതി വരെയൊക്കെ കൊടുത്തു. പിന്നെ ഫൈനൽ സബ്മിഷൻ്റെ നിങ്ങൾ ചെയ്യാനുള്ളത്, അത് ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ആവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയുവാണ്. ഫൈനൽ സബ്മിഷൻ 17 മുമ്പ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കുക, നോട്ടിഫിക്കേഷൻസ് വരും. ആ ടൈമിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡേറ്റ നമുക്ക് നമ്മുടെ വേരിഫിക്കേഷനായിട്ട് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അത് എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഇന്ന കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ സിഗ്നേച്ചർ കൊടുത്തേക്കണം ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഫോട്ടോ കൊടുത്തേക്കണം ശരിയായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കണം ശരിയായിട്ടില്ല എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ ഒരു അവിടെ റെക്ടിഫൈ ചെയ്യും നമ്മളുടെ കാര്യങ്ങൾ. അത് നമ്മൾക്ക് 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെയുള്ള ടൈം തരും. ആ ടൈമിനുള്ളിൽ എന്തൊക്കെയാണോ മിസ്റ്റേക്ക് വന്നത് അത് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം. ഇനി അതിനുശേഷം നമ്മളുടെ മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അത് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് 13/11/2024 അതിനുശേഷം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് 15/11/2024 ഫൈനൽ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. ഇനി ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരുന്നതും അഡ്മിഷൻ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അതിനുശേഷം 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ കോഴ്സുകളുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ അവിടെ ഏതൊക്കെ കോഴ്സുകളും ഏതൊക്കെ കോളേജുകളും ഒക്കെയാണ് ഉള്ളതെന്ന് വരും. അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകൾ എടുത്തു വെക്കാം. ഓർക്കുക, ഏറ്റവും നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ള കോഴ്സും ഇഷ്ടമുള്ള കോളേജും ആദ്യം തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷനിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് 19-ാം തീയതി വരും. നമ്മൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് 15 മുതൽ 18 വരെയാണ് ടൈം തന്നേക്കുന്നത്, 15-11 മുതൽ. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് 19-11 വരും. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയൽ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഓപ്ഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാൻ ടൈം തരുന്നുണ്ട്. അത് 20-ാം തീയതി വരെ ഒരു ദിവസമാണ് തരുന്നത്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് വരും 21-ാം തീയതി. പിന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഫീ അടക്കാനും വേണമെങ്കിൽ ഓപ്ഷൻസ് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് 25-ാം തീയതി വരെ സമയം തരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 27-ാം തീയതി വരും എന്നാണ് പറയുന്നത്. അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഫീസ് അടക്കാനും, അപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റ് കിട്ടി ഫീസ് അടച്ചവർ വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അടക്കണ്ട, ഒരു പ്രാവശ്യം അടച്ചാൽ മതി. എപ്പോഴാണോ നമുക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ആ ഒരു ടൈമിൽ അതിന് നമുക്ക് 29-ാം തീയതി വരെ സമയമുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റ് 2/12 വരുന്നത്. അവർക്ക് ഫീസ് അടക്കാനും അതുപോലെ തന്നെ അതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ വന്നതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്ത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് പറയുള്ളൂ. അപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അലോട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീസ് അടക്കണം. ഏത് അലോട്ട്മെൻറ്റിലാണോ നമുക്ക് ആദ്യമായിട്ടൊരു സീറ്റ് കിട്ടുന്നത് ആ ടൈമിൽ നമ്മൾ ടോക്കൺ ഡെപ്പോസിറ്റ് അടയ്ക്കണം. അതിനുശേഷം കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യാനായിട്ട് സാധാരണ പറയാറ് 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിട്ടാണ്. നിലവിലിവിടെ പറഞ്ഞേക്കുന്ന ഡേറ്റ് 2/12/2024 മുതൽ 5/12/2024 വരെ നമ്മുടെ സർട്ടിഫിക്കറ്റും ബാക്കി ഫീസുകളുണ്ടെങ്കിൽ അതൊക്കെ അടയ്ക്കാനായിട്ട് നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു താൽക്കാലിക ഷെഡ്യൂളാണ്. ചിലപ്പോൾ ഇതിൽ ചേഞ്ച് വരും അല്ലെങ്കിൽ സെയിം ഈ ഡേറ്റ് ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും വെബ്സൈറ്റ് ഡേറ്റുകളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. ചിലപ്പോൾ ഒരു ദിവസം മുമ്പ് വരാം, ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ഫോളോ ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ വെബ്സൈറ്റ് ഫോളോ ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ പറയുവാണെങ്കിൽ ഈ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം.
ഈ കോഴ്സുകൾ വരുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി DPharm എന്ന് പറയുന്ന കോഴ്സുണ്ട്. അതുകൂടാതെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന കോഴ്സുണ്ട്. ഇനി പാരാമെഡിക്കൽ കോഴ്സുകൾ ഏകദേശം നമ്മൾക്കൊരു 14 വരുന്നുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, റേഡിയോളജിക്കൽ ടെക്നോളജി, അങ്ങനെ കുറേ നിങ്ങൾ ഇതെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇത് മുഴുവൻ വായിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നമ്മളുടെ പ്രോസ്പെക്ടസ് ഞാനിപ്പോൾ എടുത്ത വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൽ പ്രോസ്പെക്ടസിൽ ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ കോഴ്സുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അഡ്മിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മളുടെ മാർക്ക് +2 മാർക്കിൻ്റെ ബേസിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഈ പറയുന്ന അലോട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇനി സീറ്റുകളുടെ കാര്യം ഒക്കെ പറയുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇതിൽ. ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ വരുന്ന കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഫുള്ളായിട്ടുള്ള ഗവൺമെൻറ് കോളേജുകളുണ്ട്. പിന്നെ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ലൈക്ക് പകുതി ഗവൺമെൻറ് പകുതി പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയൂലേ, അങ്ങനത്തെ കോളേജുകളുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ ഒരു അലോട്ട്മെൻറ്റിൽ കോളേജുകൾ വരുന്നുണ്ട്. മനസ്സിലായോ? പ്രോസ്പെക്ടസിൽ മിക്കവാറും ഏതൊക്കെ കോളേജുകളാണെന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കോളേജുകൾ ഏതൊക്കെയാണ് വേണ്ടതൊക്കെ നേരത്തെയൊക്കെ സെറ്റാക്കി വെച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് അത് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജ് മതിയെങ്കിൽ ആ ഒരു കോളേജ് വെച്ചാൽ മതി. അതെല്ലാം നിങ്ങൾക്ക് ഒരു 10 കോളേജ് വേണമെങ്കിൽ 10 കോളേജും വെക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് പിന്നീട് അതിപ്പോഴല്ല, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല, ആപ്ലിക്കേഷൻ മാത്രം കൊടുക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ ഡേറ്റ് പറഞ്ഞില്ലേ, ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് പറഞ്ഞില്ലേ, ആ ഒരു ടൈമിൽ മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഓരോ കോഴ്സുകളുടെയും ഡ്യൂറേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രോസ്പെക്ടസിൽ 5ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യമുള്ളത് അത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാറ്റഗറിക്കും മാൻഡേറ്ററി ആയിട്ടുള്ള റിസർവേഷൻ ലൈക്ക് SC/BC OBC ഒക്കെ വരുന്നത്. അപ്പോൾ OBCയിൽ റിസർവേഷൻ ഉള്ളവർക്ക് അങ്ങനെ കിട്ടും. SC/ST കാൻഡിഡേറ്റ്സിനും EWSനും ഒക്കെ, അതായത് ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാ മാൻഡേറ്ററി ആയിട്ടുള്ള റിസർവേഷനും ഇതിലും LBSൻ്റെ ഈ ഒരു DPharm അല്ലെങ്കിൽ ഹെൽത്ത് സയൻസ് അല്ലെങ്കിൽ മറ്റു അലൈഡ് കോഴ്സുകളുടെ ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ അതിനോടനുബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ വാങ്ങി നൽകണം കേട്ടോ. ഇനി ഇവിടെ ഗവൺമെൻറ് ഓഫ് നോമിനീസ് ഫ്രം ഗവൺമെൻറ് ഓഫ് പുതുച്ചേരി എന്ന് പറഞ്ഞിട്ട് റിസർവേഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ എലിജിബിലിറ്റി കണ്ടീഷൻ എന്താണെന്നുള്ളത് ക്ലോസ് 6 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ യൂണിയൻ ടെറിട്ടറി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലെ കാര്യങ്ങൾ അവർക്കുള്ള റിസർവേഷൻ, ലക്ഷദ്വീപ് ആ റിസർവേഷൻ ഉണ്ട്. പിന്നെ ജുവനൽ ഹോം ഓർ സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കുട്ടികൾക്കുള്ള റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ SC/STയുടെ ആണെങ്കിലും നമുക്ക് ഫീ കൺസെഷനും നേരത്തെ പറഞ്ഞ ഈ ഒരു സോഷ്യൽ അങ്ങനെയുള്ള കുട്ടികൾക്കും ഫീ കൺസെഷൻ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ റിസർവേഷൻ ഉണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്നുള്ളത് ക്ലോസ് 5.2 പറയുന്നുണ്ട്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. പിന്നെ സ്പെഷ്യൽ റിസർവേഷനും 5.1 കുറച്ച് സ്പെഷ്യൽ റിസർവേഷൻസ് പറയുന്നുണ്ട്. ലൈക്ക് എക്സ് സർവീസ്മാൻ പോലുള്ള റിസർവേഷൻസ് ആയിരിക്കും. അപ്പോൾ അതും ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് റിസർവേഷൻ ഉണ്ടെങ്കിലും അപ്ലിക്കേഷൻ സമയത്ത് തന്നെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിലിപ്പോൾ ഇവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ പീരീഡ് വരുമ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചിട്ട് പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് തിരുത്തുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പുതുതായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആയല്ലോ അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു OBC റിസർവേഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ വേണ്ട, ചിലപ്പോൾ നോൺ ക്രിമിനൽ നിങ്ങൾക്കില്ല അല്ലെങ്കിൽ ഇല്ലാഞ്ഞതുകൊണ്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തു. ഓക്കെ, അതിലെന്തെങ്കിലും തെറ്റുണ്ട്, OBC NCL സർട്ടിഫിക്കറ്റിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ പറ്റൂല OBCയുടെ സ്ഥലത്ത്. അപ്പോൾ OBC സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെക്ടിഫിക്കേഷൻ പീരീഡിൽ മെമ്മോ വരും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആ ഒരു ടൈമിൽ വാങ്ങി അവിടെ അപ്ലോഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും
സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ റെക്ടിഫിക്കേഷൻ ടൈമിൽ പോയി അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റൂല. അപ്പോൾ ആപ്ലിക്കേഷൻ സമയത്ത് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ റിസർവേഷൻ എങ്ങനെയൊക്കെയാണ്, കാറ്റഗറി ഏതൊക്കെ വയസ്സ് എത്ര റിസർവേഷൻ വരുന്നുണ്ടെന്നൊക്കെ പേജ് നമ്പർ 9 പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഓരോ റിസർവേഷനും വേണ്ടത്. നിങ്ങൾ കീമിൽ കൊടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, കീമിലിപ്പോൾ അല്ലെങ്കിൽ BSc നഴ്സിങ്ങിനൊക്കെ നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കീമിൽ കൊടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും അത് തന്നെ മതിയാവും കേട്ടോ. അതിനായിട്ട് നിങ്ങൾ കൂടുതൽ പുതുതായിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ തന്നെ മതിയാവും. ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടോ എന്ന് മാത്രം ഒന്ന് നോക്കുക കേട്ടോ. ഈ മിക്കവാറും ഈ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടില്ലേ ലാസ്റ്റ് ഡേറ്റ്, അതുവരെയുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ ഒരു ഇതിൽ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ. പിന്നെ ഇവിടെ ഈ IAF പേഴ്സണൽ അങ്ങനെയുള്ള കുറച്ച് ഗവൺമെൻറ് കുറച്ച് സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റേജ് മാർക്കുകളുണ്ട് ചില കുട്ടികൾക്ക്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക. 12ാമത്തെ പേജിൽ നോക്കുക. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും അതിൽ വരുന്നുണ്ടോ എന്നും, അങ്ങനെ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ മാർക്കൊക്കെ വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. ചിലപ്പോൾ ഒരു മാർക്ക് 1 മാർക്കിനൊക്കെ ആയിരിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റാങ്കുകൾ പോകുന്നത്. സോ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് ക്ലെയിമുകളുണ്ടെങ്കിൽ അതൊക്കെ ക്ലെയിം ചെയ്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഫീ കൺസെഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, SC ST കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ ഫീ കൺസെഷനുള്ള കുട്ടികളുണ്ടല്ലോ, OECയിൽ വരുന്ന ചില കാറ്റഗറി അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഫീ കൺസെഷനായിട്ട് അതത് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സോ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക്, ഫീ കൺസെഷനുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് ഒന്നും കൊടുക്കേണ്ട. അഡ്മിഷൻ്റെ സമയത്ത് ഒരു കോഷൻ ഡെപ്പോസിറ്റ് അല്ലാതെ വേറെ എമൗണ്ട് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരാറില്ല കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണ് ഫീ കൺസെഷനുള്ള കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ ഏതൊക്കെയാണെന്നുള്ളത് Annex 3 പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അവരെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊടുക്കുക കേട്ടോ. ഇനി കേരളീയനാണെന്ന് നിർബന്ധമുണ്ട്. സോ നമ്മുടെ SLCയുടെ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് തന്നെ നേറ്റിവിറ്റി പ്രൂഫ് ചെയ്യാനായിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അല്ലാത്തുള്ളവർക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 18, 19 ആയിട്ട്. അപ്പോൾ അതിലേതെങ്കിലും ആണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇനി ഇവിടെ ഈ ഒരു പേജ് നമ്പർ 19 ഓരോ കോഴ്സിനും മനസ്സിലായി. ഇപ്പോൾ DHI കോഴ്സ് ആണെങ്കിൽ അതിന് എത്ര മാർക്ക് വേണം, 40% ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പുട്ട് ടുഗദർ, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ 5% മാർക്ക് വിൽ ബി അലൗഡ് ടു ഡി SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 40ക്ക് പകരം 35% മതി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന മാർക്ക് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം എത്രയൊക്കെയാണ് അവർ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ റാങ്കിൻ്റെ ബേസിലാണ് അഡ്മിഷനെങ്കിലും ഈ ഒരു എലിജിബിലിറ്റി വേണം. അപ്പോൾ അത് എന്തായാലും നമുക്ക് ഉണ്ടാവും. കാരണം തീർച്ചയായിട്ടും മാർക്കിൻ്റെ ബേസിൽ നമുക്ക് അഡ്മിഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ടോപ്പ് ഒരു 40% എബവ് എന്തായാലും നമുക്ക് മാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല. പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം പേജ് നമ്പർ 20 പ്രോസ്പെക്ടസിൽ കിടക്കുന്നുണ്ട്. ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മളുടെ രജിസ്ട്രേഷനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫീ പേയ്മെൻ്റ് ആണ്. ആ ഫീ പേയ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 600, 300. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളവിടെ ജനറൽ ഓർ OBC കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 600 SC STയിൽ ഏതെങ്കിലും ആണെങ്കിൽ 300 എന്നുള്ള ഫീസ് അവിടെ കാണിക്കും. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചെല്ലാൻ വഴി നിങ്ങൾക്ക് ബാങ്കിൽ കൊടുക്കാം. ഏത് ബാങ്കാണ് പറഞ്ഞേക്കുന്നതെന്ന് പ്രത്യേകിച്ചൊരു ബാങ്ക് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ ബാങ്കിൽ തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ കൊണ്ടുപോയി അടക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഏതാണോ ബാങ്ക് അത് തന്നെ കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡെബിറ്റ്, ക്രെഡിറ്റ്, UPI എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ എൻട്രിയാണ് 3ാമത്തെ സ്റ്റെപ്പ്. നമ്മുടെ ID പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇമേജും സർട്ടിഫിക്കറ്റുകളും ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഫൈനൽ കൺഫർമേഷൻ എന്നിട്ട് പ്രിൻ്റ് എടുക്കുക. ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം ചിലപ്പോൾ നമ്മൾ പ്രിവ്യൂ ഒക്കെ നോക്കിയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു പോകരുത്.
ഫൈനൽ കൺഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് വേണം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ, ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കത് ഇങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് അഡ്മിഷൻ്റെ സമയത്തൊക്കെ മേ ബി അവിടെ ആ ഒരു ടൈമിൽ ഹാജരാക്കിയാൽ മതിയാവും കേട്ടോ. പിന്നെ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമുക്കിവിടെ വേണ്ടതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം. SLCയുടെ സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്. ഇവിടെ നേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ കേരളത്തിൽ തന്നെ ജനിച്ചൊരു കുട്ടിയാണ് എങ്കിൽ നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് തന്നെ മതി, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും ആണ് കേരളത്തിൽ ജനിച്ചു എന്നുള്ള ഇതുകൊണ്ട് നിങ്ങൾ കേരളീയനാവാം. നിങ്ങൾ ജനിച്ചത് കേരളത്തിലല്ല, പക്ഷേ നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ കേരളീയനായിട്ട് തന്നെ പരിഗണിക്കും. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കേരളത്തിൽ ജനിച്ചു എന്നുള്ള പ്രൂഫ്, SLC സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ എന്തെങ്കിലും മതി. പിന്നെ നിങ്ങളും അദ്ദേഹവും തമ്മിൽ ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും. അത് 2 കൂടി ഒറ്റ PDF ആക്കിയിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ +2യുടെ മാർക്ക്, പിന്നെ എന്തെങ്കിലും റിസർവേഷൻ പറയുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ. ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊടുത്തേക്കാം കേട്ടോ. ഇൻകം കുറഞ്ഞ എല്ലാവർക്കും എന്തെങ്കിലും ഒരു റിസർവേഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ ആ ഒരു ടൈമിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. അതുകൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് ഉള്ളവരെല്ലാം തന്നെ കൊടുത്തേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അത്. പിന്നെ ഇൻ്റർ കാസ്റ്റ് മാരേജിലെ കുട്ടികൾക്കും SC ST, അതിലൊരാൾ SC ST ആണെങ്കിൽ അവർക്ക് ആ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇൻ്റർ കാസ്റ്റ് മാരേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. പിന്നെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അത്രയൊക്കെയാണ്. പിന്നെ ഗവൺമെൻറ് സർവീസിൻ്റെ ആ ഒരു കാര്യമാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ NCL ആണെങ്കിൽ 1 year ആണ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് 3 years ഉണ്ട്, ഇൻകം സർട്ടിഫിക്കറ്റിനും 1 year ഉണ്ട്, EWSനും 1 year ഒക്കെ തന്നെയാണ് വാലിഡിറ്റി ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ക്ലോസിങ് ഡേറ്റ് ഉണ്ടല്ലോ, ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ അത് നോക്കിയാൽ മതി. അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വീണ്ടും ആ ഒരു റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്താൽ മതി. ആ കാര്യങ്ങൾ ഓർക്കുക കേട്ടോ. പിന്നെ പേഴ്സണൽ ആൻഡ് അക്കാദമിക് വെരിഫിക്കേഷൻ, റാങ്ക് ലിസ്റ്റ് 1ഉം 2ഉം ഇടും കേട്ടോ. ഓക്കെ, ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. DPharmൻ്റെ കോഴ്സിനും റാങ്ക് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് ബേസിസ് ഓഫ് ടോട്ടൽ മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ ദി കാൻഡിഡേറ്റ് ഫോർ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി അല്ലെങ്കിൽ മാത്സ് ഒരുമിച്ചിട്ടുള്ള മാർക്കാണ്. എന്തിന്? റാങ്ക് ലിസ്റ്റ് 1 അല്ലെങ്കിൽ DPharm എന്ന് പറയുന്ന കോഴ്സിനുള്ളത്. റാങ്ക് ലിസ്റ്റ് 2 എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സിനും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിനുമുള്ള ഇതാണ് റാങ്ക് ലിസ്റ്റ് 2 എന്ന് പറയുന്നത്. അവിടെയും ടോട്ടൽ മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ കാൻഡിഡേറ്റ്സ് ഫോർ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. അവിടെ മാത്സ് എടുക്കൂല കേട്ടോ. നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾക്ക് അല്ലെങ്കിൽ DPharm കോഴ്സുകൾക്ക് ബയോളജി അല്ലെങ്കിൽ മാത്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പാരാമെഡിക്കൽ കോഴ്സിനും ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ കോഴ്സിനും അവിടെ ബയോളജി തന്നെ വേണം. ബയോളജി അല്ലെങ്കിൽ മാത്സ് എന്നുള്ള ഇതില്ല. അപ്പോൾ ആ ഒരു PCMൻ്റെ മാർക്കാണ് അല്ലെങ്കിൽ PCBയുടെ മാർക്കാണ് നമുക്കിവിടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് 2 തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. 1നാണ് ബയോളജി അല്ലെങ്കിൽ മാത്സ് എന്നുള്ള മാർക്ക് വരുന്നത് കേട്ടോ. ഇനി അപ്പോൾ 2 റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ചിലവർക്ക് 2 റാങ്ക് ലിസ്റ്റിലും അങ്ങനെയുള്ളവർക്ക് അത് 2ഉം കൊടുക്കാം. അല്ല ഒരെണ്ണം മതിയെങ്കിൽ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ പ്രത്യേകിച്ച് പിന്നെ അലോട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു അലോട്ട്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അലോട്ട്മെൻറ്റ് വരും. പിന്നെ നമ്മൾ വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് 29ാമത്തെ പേജിൽ പറയുന്നുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഇനി ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യും ആ ഒരു ടൈമിൽ. അപ്പോൾ അത് തന്നെ അഡ്മിഷൻ്റെ സമയത്ത് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഹാജരാക്കുക കേട്ടോ. ഇനി ഓക്കെ, ഇവിടെ ഫീസ് പറഞ്ഞിട്ടുണ്ട് എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീമിൻ്റെ പിന്നീട് പറയും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ഫോർ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇൻ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സ് ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീം വിൽ ബി ഏതൊക്കെ കോളേജുകളാണെന്നുള്ളത്. ഓക്കെ, അത് പിന്നീട് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത് കോളേജുകളുടെ ലിസ്റ്റാണ് കേട്ടോ. സാധാരണ പ്രോസ്പെക്ടസിൽ ആ ലിസ്റ്റ് ഒന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ മേ ബി എന്തെങ്കിലും ഇനി ചേഞ്ചുകളൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയില്ല. പിന്നീട് പബ്ലിഷ് ചെയ്യും. നമ്മൾ വെബ്സൈറ്റ് തന്നെ നോക്കിയാൽ മതി. അപ്പോൾ കോളേജ് ലിസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വരാറുണ്ട്. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫീസ് നോക്കിയാൽ ഫീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് പേജ് നമ്പർ 33 കിടക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇയർ ഫീസ് എത്രയാണ്,
സെക്കൻഡ് ഇയർ ഫീസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ ഫീസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒന്ന് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഈ കോഷൻ ഡെപ്പോസിറ്റ് എന്നുള്ള എമൗണ്ട് മാത്രമാണ് നമുക്ക് കോഴ്സ് കഴിഞ്ഞ് പോരുമ്പോൾ റീഫണ്ടായിട്ട് കിട്ടുന്നത്. ബാക്കി എല്ലാ ഫീസും നമ്മൾ അവിടെ അടയ്ക്കേണ്ടത് തന്നെയാണ്. പിന്നെ അഡ്മിഷൻ, ഇപ്പം നിങ്ങൾ കോളേജിൽ നിന്ന് മാറി പോകുമ്പോൾ മേ ബി അഡ്മിഷൻ ഫീസ് അവർ പിടിച്ചിട്ടായിരിക്കും. ഒരു ടൈമുണ്ട് നമുക്ക് ഫീ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിസർവേഷൻ ആ ഒരു ലിസ്റ്റ് അനക്സ് ഇത്രയിലുണ്ട്, എയിലുണ്ട്, ബിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ലിസ്റ്റാണ് ഈ താഴോട്ട് കാണിച്ചേക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളിതിൽ ഏതിലൊക്കെ പെടുന്നുണ്ട്, അവർക്ക് ഏതൊക്കെ റിസർവേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇവിടെ സർട്ടിഫിക്കറ്റുകളുടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ കീമിൽ വാങ്ങിച്ചു വെച്ച സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നേരത്തെ BSc നഴ്സിങ്ങിന് വേണ്ടി നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റുകളോ ഒക്കെ മതിയാവും. അത് തന്നെ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഫോമാറ്റ് സെയിം ആയിരിക്കും. ഇതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ, ഇത് സെയിം അല്ലേ എന്നുള്ളൊരു കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. പക്ഷേ സാധാരണ കേസിൽ നമുക്ക് എഞ്ചിനീയറിങ്ങിന് അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ കീമിൽ കൊടുത്ത ആ ഒരു സർട്ടിഫിക്കറ്റോ LBSൻ്റെ നഴ്സിങ്ങിന് കൊടുത്ത സർട്ടിഫിക്കറ്റോ തന്നെ ഈ ഡിപ്ലോമ കോഴ്സുകൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് നോക്കുന്നില്ല. പിന്നെ ഇവിടെ നിങ്ങൾക്ക് LBSൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങളിതിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയിട്ടോ റിസർവേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ടോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ LBSൻ്റെ 12 നമ്മുടെ ഇതിലുള്ള 12ൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്, ഇതൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, എല്ലാത്തിൻ്റെയും ഈ സർട്ടിഫിക്കറ്റുകളുടെയും അതുപോലെ തന്നെ റിസർവേഷൻ്റെയും ഒക്കെ കാര്യങ്ങളാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ വെബ്സൈറ്റ് വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങളതിൽ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ പ്രോസ്പെക്ടസ് എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞിട്ടേ ഇതാണ് വെബ്സൈറ്റ്, LBSൻ്റെ വെബ്സൈറ്റ്. ചിലപ്പോൾ നിങ്ങളിങ്ങനെ വരുമ്പോൾ LBS.in എന്നുള്ള വെബ്സൈറ്റ് എടുത്താൽ ഇവിടെ പല കാര്യങ്ങളും LBSൻ്റെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിപ്ലോമ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കൊടുത്തേക്കണുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ഇവിടെ റണ്ണിങ്ങിൽ ഇതുണ്ടോ, ആദ്യം തന്നെ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സ് ഇൻ ഫാർമസി അവിടെ ക്ലിക്ക് ചെയ്യാം. എവിടെ ക്ലിക്ക് ചെയ്താലും ഇതുപോലെ ആ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മളെടുത്ത പേജിൽ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ കണ്ടോ, അതിവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്താൽ അത് കിട്ടും. പിന്നെ ഇവിടെ ഇൻസ്ട്രക്ഷൻ ഫോർ ആപ്ലിക്കേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് ടു സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ അത് കിട്ടും. പിന്നെ പ്രസ് റിലീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രോസ്പെക്ടസിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫീസ് ഉൾപ്പെടെ. കോളേജുകളുടെ ലിസ്റ്റാണ് വരാത്തുള്ളൂ, അത് നമുക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് കോളേജുകളുടെ ലിസ്റ്റും വരും കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.